മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 3 ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. കുറച്ച് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എ എന്ന ഓപ്ഷൻ 30 തന്നിരിക്കുന്നത്. അതായത് മകൻ്റെ പ്രായം 30 ആണെങ്കിൽ, ഇപ്പോൾ മകൻ്റെ പ്രായം 30 ആണെങ്കിൽ അതിന് 3 ഇരട്ടി 90 ആയിരിക്കും അല്ലേ? 10 വർഷം കഴിഞ്ഞാൽ 30 40 ആവും, 90 100 ആവും. അപ്പോൾ ഇരട്ടിയാണോ? അല്ലല്ലോ, ഇരട്ടിയിലും അധികം ഉണ്ട് അല്ലേ? അപ്പോൾ 30 അല്ല. 20 എടുത്ത് നോക്കിയാലോ? 20 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്രയാണ്? 3 ഇരട്ടി 60 ആവും. 60 ആയി കഴിഞ്ഞാൽ എത്രയും 10 വർഷം കഴിഞ്ഞാൽ മകൻ്റെ പ്രായം 30 ആയി, അച്ഛൻ്റെ പ്രായം 70 ആയി. അപ്പോൾ ഇരട്ടിയാണോ? അല്ലല്ലോ, അല്ല. അടുത്ത ഓപ്ഷൻ 10 തന്നിരിക്കുന്നത്. 10 ആകുമ്പോൾ അച്ഛൻ്റെ പ്രായം എത്രയും 3 ഇരട്ടി 30 വയസ്സായി. അപ്പം 10 വർഷം കഴിഞ്ഞ മകൻ്റെ പ്രായം 20 ആയി, അച്ഛൻ്റെ പ്രായം 40 ആയി. അപ്പോൾ എത്ര? 20 ഇരട്ടിയാണ് 40. അപ്പോൾ ആൻസർ എത്ര? 10. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 9:3 പിന്നെ 64 എത്രയാണെന്ന് ചോദിക്കുന്നത്. 9:3 പറയുമ്പം 3 × 3 9 വരുന്നത് അല്ലേ? അതായത് 9:3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 64 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണത്? 8 × 8 64. അപ്പോൾ ആൻസർ 8 ആയിരിക്കും. ഓപ്ഷനിൽ 8 ഉണ്ടാവും. ആ 8 ആയിരിക്കും ആൻസർ. നമുക്ക് ക്രമമായി പൂരിപ്പിക്കുക. 2 5 8 ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 3 5 5 3 8. അപ്പോൾ 8ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 കിട്ടും അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ 11 ഉണ്ടാവും. 11 ആൻസർ. ഓക്കെ. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് എഴുതുക. ത്രികോണമുണ്ട്, ചതുരമുണ്ട്, സമചതുരമുണ്ട്, ലംബകമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ചതുരത്തിനും സമചതുരത്തിനും ലംബകത്തിനും 4 വശങ്ങളുണ്ട് അല്ലേ? ത്രികോണത്തിന് 3 വശമേ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ത്രികോണമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ്? ഒരു വശം എത്രയാണെന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പം നീളം ഇൻറ്റു വീതിയാണ് എന്താണ് പരപ്പളവ് പറയുന്നത്. അപ്പോൾ ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് എന്ത് കിട്ടുന്നത്? 289 കിട്ടുന്നത് അല്ലേ? നമ്മൾ താഴെ നമുക്ക് ഓപ്ഷന് കുറേ സംഖ്യ തന്നിട്ടുണ്ട്. 19 മീറ്റർ തന്നിട്ടുണ്ട്, 38 മീറ്റർ തന്നിട്ടുണ്ട്, 17 മീറ്റർ തന്നിട്ടുണ്ട്, 18 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 17 മീറ്റർ ഒന്ന് ഗുണിച്ച് നോക്കാം. 17 × 17 എത്രയാണ് വരുന്നത്? 289 വരുന്നത് അല്ലേ? അപ്പോൾ 17 × 17 ആണ് 290. 17 മീറ്ററാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2 4 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് 40 30 45 20. അതായത് LCM കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2നെ കൊണ്ടും 4നെ കൊണ്ടും 5നെ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ തന്നിരിക്കുന്നത് 20 ആണല്ലോ. അപ്പോൾ നമുക്ക് 20 വെച്ച് തന്നെ ചെയ്ത് നോക്കാം. 20ൽ 2 പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും, 4ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതിനാൽ 20. അതുകൊണ്ട് 5ഉം ഹരിക്കാൻ പറ്റും. അപ്പോൾ എന്താ? 20 തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണെന്ന്. അത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. n × n+1/2. n എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ? 9 + 1/2. 10 10 × 9 90 90/2 45 ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ബസ്സിന്റെ വേഗത 52 km/മണിക്കൂറിലായാൽ 6 മണിക്കൂർ കൊണ്ട് ബസ് എത്ര ദൂരം സഞ്ചരിക്കും? അതായത് ഒരു മണിക്കൂറിൽ 52 കിലോമീറ്റർ പോകും. അപ്പോൾ 6 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും? അപ്പോൾ 52 × 6 ആണ് ആൻസർ. 312 ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 18 ഹരിക്കണം പിന്നെ ബ്രാക്കറ്റിലിട്ടിട്ട് 2 × 18 ഹരിക്കണം 6 - 5. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം അല്ലേ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ ആദ്യം എന്ത് ചെയ്യണം? ഹരിക്കേണ്ടത് ആദ്യം ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ 3 വന്നു. 18 ഹരിക്കണം 6 3 വന്നു അല്ലേ? 2 × -5 ഇങ്ങനെ വന്നു അല്ലേ? അപ്പം ഇവിടെ എത്ര? 6 വന്നില്ലേ? പിന്നെ ഇവിടെ 2 × 3 6 വന്നു അല്ലേ? -5. അപ്പോൾ എത്ര വന്നു? ഇവിടെ 6 പോയി 1 കിട്ടി അല്ലേ? അപ്പോൾ 18 ഹരിക്കണം ഇത് ബ്രാക്കറ്റിലുണ്ട്. 18 ഹരിക്കണം 1. അപ്പോൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് ഇട്ടാൽ 18 ഹരിക്കണം 1 എത്രയാണ്? 18 തന്നെയാണ്. അപ്പോൾ എത്ര? ആൻസർ 18 ആണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ആണ്. 5² = 25.
0.5 ഹോൾ സ്ക്വയർ എത്ര എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 25. അപ്പോൾ 0.5 ഇൻറ്റു 0.5 ആണെങ്കിൽ എത്ര വരും? 5 25 തന്നെ അല്ലേ, 25. എന്ത് രണ്ട് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ 2 പോയിന്റ് മാറ്റി കുത്തിടുക. അപ്പോൾ 0.25, ഒരു 0 ഇട്ട് കൊടുക്കുക, 0.25. ഇതാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയിൽ പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 101, 100, 102, 109. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ അറിയോ? 90 വരെ 100ന്റെ ഗുണിതാണ് നമുക്കറിയാം അല്ലേ. 90 വരെ 100ന്റെ ഗുണിതാണ്. 90ന്റെ കൂടെ എത്ര കൂട്ടണം? 11 കൂട്ടിയാൽ 101 കിട്ടും. പക്ഷെ 11 പറയുന്നത് 3ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് 101 അല്ല എന്ന് മനസ്സിലായി. 90ന്റെ കൂടെ 10 കൂട്ടിയാൽ 100 കിട്ടും. 90 വരെ പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ 10 കൂടാം. പക്ഷേ 10 100ന്റെ ഗുണിതമല്ല, അതുകൊണ്ട് അത് 3ന്റെ ഗുണിതമല്ലാത്തതുകൊണ്ട് അതും കട്ടായി. 102 നോക്കാം. 90 വരെ ഫുള്ള് പോയി, പിന്നെ 102ലേക്ക് എത്താൻ 12 വേണം അല്ലേ. 12 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 102 ആണ് ആൻസർ. അടുത്തൊരു ചോദ്യമാണ്, 15/p = 3 കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെ വില എന്ത് എന്നാണ് ചോദിക്കുന്നത്. പിയുടെ വില എന്തായിരിക്കും? അതായത് ഇത് 15ൽ എത്ര പ്രാവശ്യം ഇവിടെ ഒരു സംഖ്യ പോയത് കൊണ്ടാണ് ഈ 3 കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇവിടെ 5 കൊടുത്ത് നോക്കാം. 3 15, അപ്പോൾ 3 കിട്ടിയല്ലോ. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അതാണ് ഇവിടെ കിട്ടുന്ന 5 കേട്ടോ. ഓക്കെ, കാരണം അതിൻ്റെ ആൻസർ 5. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. മുന്നിൽ നിന്ന് 8ാമതാണ്, പിന്നിൽ നിന്ന് 5ാമതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂട്ടുക. 8 5 13 അല്ലേ. അപ്പോൾ ദിയേനെ 2 പ്രാവശ്യം നമുക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ, മുന്നിൽ നിന്നും കൂട്ടിയിട്ടുണ്ട്, പിന്നിൽ നിന്നും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിയേനെ നമ്മൾ ഒഴിവാക്കണം അല്ലേ. അപ്പോൾ -1. അപ്പോൾ ആൻസർ 12. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 × 3 = 2² - 1. 2 × 4 = 3² - 1. 3 × 5 = 4² - 1. 10 × 12 -1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും. 1 × 3 = 2² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ന്റെ 2 3ന്റെ ഇടക്കുള്ള സംഖ്യയാണ് 2. അപ്പോൾ ഈ ഇടക്കുള്ള സംഖ്യകളാണ് ഇവിടെ സ്ക്വയറായി കൊടുത്തിരിക്കുന്നത്. 2ന്റെയും 4ന്റെ ഇടക്കുള്ള സംഖ്യയാണ് 3 ഇവിടെ സ്ക്വയറായി കൊടുത്തിരിക്കുന്നത്. 3ന്റെയും 4ന്റെ ഇടക്കുള്ള സംഖ്യ 3ന്റെ 5ന്റെ ഇടക്കുള്ള സംഖ്യയാണ് 4, അതാണ് ഇവിടെ സ്ക്വയറായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10ന്റെയും 12ന്റെയും ഇടക്കുള്ള സംഖ്യയാണ് 11. 11ന്റെ സ്ക്വയർ ആയിരിക്കും അവിടെ വേണ്ടത്. ആൻസർ 11². 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് പറഞ്ഞാൽ എന്താ? നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഇൻറ്റു വീതി പറയുമ്പോൾ 11 × 8 എത്രയാണ് ആൻസർ വരുന്നത്? 88 അല്ലേ. അപ്പോൾ ആൻസർ പെട്ടെന്ന് നീളം ഇൻറ്റു വീതി അടിച്ചു കൊടുത്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര നഷ്ടം വന്നു എന്ന് ആദ്യം നോക്കാം. 650 രൂപയ്ക്ക് വാങ്ങിച്ചു, 598 വിറ്റു, നഷ്ടം 52 രൂപ നഷ്ടം വന്നു അല്ലേ. അപ്പോൾ അതിന് ശതമാനം കാണണം അല്ലേ. ശതമാനം കാണണമെങ്കിൽ എളുപ്പവഴി എന്താണ്? 650ന്റെ എത്ര ശതമാനമാണ്? 52 എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ 650ന്റെ 10% നമുക്ക് നോക്കാം. 10% ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 65 10%. ഓക്കെ, 10% പറയുന്നത് 650ന്റെ 10% പറയുന്നത് 65 അല്ലേ. അപ്പോൾ എന്തായാലും 10% താഴെയായിരിക്കും നമുക്ക് നഷ്ടം വന്നിരിക്കുക. 52 നഷ്ടം വന്നിട്ടുള്ളൂ. അപ്പം ഓപ്ഷനിൽ 10% മുകളിലുള്ളത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നന്ന ചെറുതുണ്ടെങ്കിലും അത് 10% കുറച്ച് താഴെയുള്ളൂ. അപ്പോൾ നന്ന താഴെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4%, അതും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 4%, 12% നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒറ്റയടിക്ക് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു 8%, 9%. അതിപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു വഴിയേ ഉള്ളൂ. എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ 1% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 650ന്റെ 10% നമ്മൾ കണ്ടുപിടിച്ചു, 65. 1% എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം കൂടി മാറ്റി കുത്തിയിടുക. അപ്പോൾ എത്ര? 6.5 അല്ലേ. 650ന്റെ 1% എത്രയാണ്? 2 സ്ഥാനം മാറ്റി കുത്തിയിട്ടു. 6.5 ആണ് 1% അല്ലേ. അപ്പം 65 അതായത് 65 10%, 6.5 1% അല്ലേ. നഷ്ടം വന്നിരിക്കുന്നത് 52 വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 6.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%, അതായത് 9% ആണെങ്കിൽ 1% കൂടി ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ 9% നഷ്ടം വന്നു. 10%-മായ 65 6.5 കുറച്ച് കഴിഞ്ഞാൽ 9% നഷ്ടം. 6.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര? 52നെക്കാളും വലിയ സംഖ്യയിൽ കിട്ടുക എന്തായാലും.
അപ്പോൾ 9% അല്ലാതെ നമുക്ക് മനസ്സിലായി. പിന്നെ അതിൽ 8% ഉള്ളൂ. അപ്പോൾ 8% ആയിരിക്കും ആൻസർ. അതെങ്ങനെ കിട്ടുന്നത് വെച്ചെങ്കിൽ ഇതാ 6.5% അല്ലേ, പിന്നെ ഒരു 6.5 കൂട്ടുക. അപ്പോൾ അതിലിട്ട് 13 കിട്ടിയില്ലേ. ഇത് രണ്ടും കൂട്ടിയാൽ 2% അല്ലേ. 1%, 2%. അപ്പോൾ ഇതാണ് 2% എന്ന് പറഞ്ഞാൽ എത്ര? ഇത് 2%. 13 2%. അപ്പോൾ ഇത് 10%ത്തിൽ നിന്ന് 13 കുറച്ചാൽ 10% 65 നിന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ 52 കിട്ടും നമുക്ക് അല്ലേ. അപ്പോൾ 2% കുറക്കണം. 10% 2% കുറച്ച് 8%. അപ്പോൾ 52 പറയുന്നത് 8%. അപ്പോൾ 8% അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയുമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? അതായത് 100 രൂപ കിട്ടാൻ വേണ്ടി 100 രൂപ ആവാൻ വേണ്ടി രാജുവിന് 8 രൂപയും കൂടി കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 100 8 രൂപ കുറച്ചാൽ മതി. അപ്പോൾ 92 രൂപ. 92 രൂപയാണ് രാജുവിൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ കൂടെ 8 കൂടി കൂട്ടിയാൽ 100 രൂപയുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1/2 പ്ലസ് 3/4 മൈനസ് 1 അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ എത്ര? അര അല്ലേ. 3/4 എന്ന് പറഞ്ഞാൽ 1/4. അതായത് 2ൽ 1 ഭാഗം അര, 4ൽ 3 ഭാഗം എന്ന് പറയുമ്പോൾ 1/4 അല്ലേ. ബാക്കി 1/4 ഭാഗമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് അരയും 1/4 കൂട്ടിയാൽ എത്ര? സിമ്പിളായിട്ട് നമുക്കറിയാമല്ലോ. നമുക്കൊരു അര ഭാഗവും 1/4 ഭാഗവും അരയും കൂട്ടിയാൽ 1 അറിയാം. അതിനെ ഒരു കാലും കൂടി അപ്പോൾ 1/4 ആയി അല്ലേ. 1/4 മൈനസ് 1. 1/4 1 പോയാൽ എത്ര? ബാക്കി 4, അതായത് 1/4 ഭാഗം. അപ്പോൾ അതിന് ഓപ്ഷൻ ഉണ്ട്, അതിൽ 1/4 എന്ന ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ എത്ര? 1/4 ഭാഗം 1/4. അതാണ് ആൻസർ.